ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ന്യൂസ് പരക്കുന്നു. ശ്രുതിയാണെങ്കിൽ വലിയ കാശുകാരൻ പയ്യന്മാരെ വശീകരിക്കുന്ന ഒരു വശീകരണക്കാരിയാണെന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു വാർത്ത കണ്ട് നമ്മുടെ പ്രീതിയൊക്കെ ആകെ പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുകയാണ് സങ്കടത്തോടെ. ഈ സമയത്ത് ഇതൊന്നും അറിയാതെ പ്രമീളയും ശ്രുതിയും കൂടി മിക്സി നോക്കാനായിട്ട് അവിടെ ഷോപ്പിൽ ചെന്നിരിക്കുക. അപ്പോൾ അമ്മ തന്നെ മിക്സി നോക്കിക്കോ, അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മിക്സി വേണം, മോഡൽ കാണിച്ചു തരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാവം ശ്രുതി ഇതൊന്നും അറിയാതെ അതിൽ ഇങ്ങനെ നടക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ ഉള്ളവരെല്ലാവരും ഈ ശ്രുതിയെ തന്നെ നോക്കുവാണ്. അപ്പോൾ ഈ മറ്റുള്ളവരെല്ലാവരും ഇതല്ലേ ആ സാധനം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നു. ആ പെണ്ണ് തന്നെയല്ലേ ടി വിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇതേ നോക്കടാ, അതിനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാടാ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇവരുടെ സംസാരം ശ്രദ്ധിച്ചു. അപ്പോഴാണ് നമ്മുടെ ശ്രുതി വാർത്ത കാണുന്നത്. നോക്കുമ്പോൾ എന്താ, ശ്രുതി അന്ന് ആ വീഴാൻ പോയപ്പോൾ അശ്വിൻ വന്ന് പിടിച്ചതും അതിനുശേഷം വന്ന കാര്യങ്ങളും ഇതെല്ലാം വാർത്തയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ എന്താ പറയണ്ടേന്നറിയാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ആട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് അശ്വിൻ ഇങ്ങനെ ഈ ഒരു വാർത്ത കാണുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അശ്വിൻ ഭയങ്കര കലിപ്പിരിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതിങ്ങനെയൊന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ലീഗൽ ടീമിനെ കൈകാര്യം ചെയ്യേണ്ട, അവരുടെ കൈകളിലേക്ക് കൊടുത്ത് കൈകാര്യം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പണം എനിക്ക് പുല്ലാണെന്നും അവന് ഞാൻ പണം കൊടുത്തത് നായ്ക്ക് എല്ലും കഷ്ണം കൊടുത്തതുപോലെയാണെന്നും എന്നെ അപമാനിക്കാൻ ഇന്ന് വരെ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. അപമാനിച്ചവർ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാനും പാടില്ലെന്നും പറഞ്ഞാണ് അത് അശ്വിൻ്റെ പോളിസിയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കുന്നു. അത് നമ്മുടെ ശ്രുതിയെ വളരെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് അശ്വിൻ ആ പകയെല്ലാം തീർക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പ്രമീളെ അങ്ങോട്ടേക്ക് വന്ന പാടെ പ്രമീളയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ വാടി ഇങ്ങോട്ട് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അമ്മ പ്ലീസ്, അങ്ങനെ ഞാൻ പെട്ടുപോയത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മ എന്നെ മനസ്സിലാക്കാനൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷേ പ്രമീളെ ഒന്നും കേൾക്കുന്നില്ല. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം. ഈ സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിങ്ങനെ വളഞ്ഞു ഇവരെ രണ്ടുപേരെയും. എന്നിട്ടിങ്ങനെ നോക്കുക. അപ്പോൾ ടി വിയിൽ ഈ കണ്ടതേ ഉള്ളൂ ഈ മുതലിനെ. എവിടെയുള്ളതാണെന്നൊക്കെ ഇവരെന്നോട് ഇപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എൻ്റെ മുന്നിലേക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ കാശുള്ള കോടീശ്വരന്മാരൊന്നുമല്ല ഞങ്ങൾ, പക്ഷേ ഞങ്ങളും തരാം, ഒരു ഡീൽ ഉറപ്പിച്ച പറഞ്ഞ കാശ് ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയോട് പറയുന്നു കേട്ടോ. കൺവീലിയൊക്കെ പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നല്ലോ, ചുണ്ടൊക്കെ ചെറുപ്പഴം മിങ്ങുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അമ്മയുടെ മുന്നിൽ വെച്ച് പറയുമ്പം നിങ്ങൾ നിർത്തിക്കുക, തോന്നിവാസം പറയരുതെന്ന് പറഞ്ഞ് പ്രമീള അവന്മാരോട് ഒച്ചയെടുത്തു. അപ്പം എന്തായാലും നിങ്ങളും നിങ്ങളുടെ മകളും വലിയ സ്റ്റാർ ആയിരിക്കും. നമുക്ക് നേരത്തെ അറിയാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് വൃത്തികേടൊക്കെയാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ ശ്രുതി. അമ്മ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്രുതി അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശ്രുതിയുടെ ഷോൾ ഇവന്മാർ പിടിച്ച് വലിച്ചിങ്ങും എടുത്തു. അപ്പോഴേക്കും പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയി, ഭയങ്കര ഒരു വല്ലാത്തൊരിത്. അപ്പോൾ ഈ ഷോള് വലിച്ചെടുത്തപ്പോഴേക്കും നിനക്കെന്താടി നാണം വരുന്നുണ്ടോ എന്നൊക്കെ അവന്മാർ ചോദിക്കാം കേട്ടോ. അങ്ങനെ ശ്രുതിയെ പരസ്യമായിട്ട് അവന്മാരെ അപമാനിക്കുക. അവന്മാർ ഈ അശ്വിൻ പറഞ്ഞു വിട്ടതാ. അപ്പോഴേക്കും അദ്ദേഹം, അതായത് അച്ഛൻ ഓടി അങ്ങോട്ടേക്ക് വന്ന് അമ്മയെയും മകളെയും സംരക്ഷിക്കുകയാണ്. വന്നിട്ട് നീയൊക്കെ എന്തൊക്കെ തോന്നിയാസം കാണിച്ചാലും ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതിയോടാന്ന് ഈ വന്നവന്മാരോട് ചോദിച്ചു. മര്യാദയ്ക്ക് ഷോള് തരാനും അച്ഛൻ പറയുക. അപ്പം അങ്കിളാണോ ഇവളുടെ പ്രൊഡ്യൂസർക്കം മാമാക്കം അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായി അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. അപ്പോഴേക്കും ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചതും അദ്ദേഹത്തിന് ഇവന്മാർ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അദ്ദേഹം പോയി വീണു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ പുറകിൽ നിന്ന് അവന്മാർക്കിട്ടൊരു ചവിട്ടങ്ങ് വന്നു. അവന്മാരൊട്ടും പ്രതീക്ഷിച്ചില്ല. ആരാണ് എന്താണ് ഇതൊന്നും ഇവന്മാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നതും ഇവന്മാർ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കുന്നതും. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് അമ്മയും മോളും ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വേദനിക്കുന്നുണ്ട് അച്ഛൻ എന്നൊക്കെ ചോദിച്ച് അച്ഛനെ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുക. ആ ചെറുപ്പക്കാരനാണെങ്കിൽ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ നീയൊക്കെ ഈ ഇവിടെ കിടന്ന് തോന്നിവാസം കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാടാ വന്നത്, നിന്നെയൊക്കെ തീർക്കാൻ തന്നെ വന്നതാണെന്നൊക്കെ പറഞ്ഞു, നിന്നെയൊക്കെ നേരെയാക്കാൻ വന്നതാണെന്നൊക്കെ മനസ്സിലായോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ആരാണെന്ന് ഈ ഗുണ്ടകൾ ചോദിച്ചപ്പം ഈ ചെറുപ്പക്കാരൻ പറയാം. അപ്പോഴേക്കും ഇതിനെ ചവിട്ടിക്കൊല്ലാൻ ഗുണ്ടകളോട് അവരുടെ തലവൻ പറയണം. പിന്നെ അവിടെ ഒരു ഇടിയും ചവിട്ടും തൊഴിയും ഭയങ്കര മേളമായിരുന്നു. അത് കഴിഞ്ഞ് ആ ഷോളും തിരിച്ചു മേടിച്ച് നമ്മുടെ ശ്രുതിക്ക് കൊടുത്തു. ഗുണ്ടകളെല്ലാം പേടിച്ച് അവിടെ നിന്ന് ഒറ്റ ഒരു ഓട്ടോ ഓടി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മകനെ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ടെങ്കിലെന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ. അപ്പോൾ സ്ത്രീകൾ തെരുവിൽ കരഞ്ഞു നിൽക്കേണ്ടവരല്ലെന്നും പൂജിക്കപ്പെടേണ്ടവരാണെന്നും ആ ചെറുപ്പക്കാരൻ ഇവരോട് പറയുക. അതറിയാത്തവന്മാർക്ക് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്കിള് ധൈര്യമായിട്ട് പോയിക്കോളാനും പറഞ്ഞു. ഇനി ആരും നിങ്ങളെ തൊടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്
അവരെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചെറുപ്പക്കാരനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കി അവരങ്ങ് പോയി. അപ്പോഴീ ചെറുപ്പക്കാരനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽപ്പുണ്ട് ശ്രുതിയെ. ശ്രുതി തിരിഞ്ഞ് നോക്കി അങ്ങ് പോയി. വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ എടുത്തിട്ട് പൊരിക്കുകയാണ് അവിടെ. കല്യാണം മാറിപ്പോയതിൻ്റെ പൊരുത്തക്കേട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ചെറുക്കൻ്റെ തലയിൽ വെച്ച് കെട്ടി, അല്ലെങ്കിൽ ചെറുക്കാരൻ്റെ വീട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ അഴിഞ്ഞാട്ടത്തിന് നാട്ടുകാരോട് എന്തു പറയും? എങ്ങനെ ഇനി അവരുടെ മുഖത്ത് നോക്കും? എൻ്റെ ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇവരിങ്ങനെ ശ്രുതിയെ കുറ്റപ്പെടുത്തുവാണേ. അപ്പോൾ ഇതൊക്കെ കേട്ട് അവരെല്ലാവരും വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അതായത് ആ വീട്ടിലുള്ള ആ ചേച്ചിയാണ് പറയുന്നത്, ഇങ്ങനെയാണോ പെൺകുട്ടികളെ നാട്ടിൽ നിർത്തി വളർത്തേണ്ടത്? ആദ്യം കുടുംബത്തിൻ്റെ മാനവും അന്തസ്സും കളയുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പഠിപ്പിക്കണം. അല്ലാതെ തലയിൽ കയറ്റി വെച്ച് നടക്കുകയല്ല അച്ഛനും അമ്മയും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ്, അതും ഇത്രയും വൃത്തികേടായി ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഒരുത്തൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ ഇവിടെ നടന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പുള്ളിക്കാരി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും ഉണ്ടായ വിഷയങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വേദനിപ്പിക്കുക പ്രമീള. ആ സമയത്ത് ദൈവദൂതനെ പോലെ ആ ചെറുപ്പക്കാരൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നടി? ആ ചെറുപ്പക്കാരൻ വന്നതുകൊണ്ടല്ലേ വീട്ടിലെത്താൻ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ടും വേണ്ട, എനിക്കിനി ഒന്നും നോക്കാനില്ല, ഇതിങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല. പിന്നെ അതുകൊണ്ട് ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു തീരുമാനം പറയുകയാണ്, അതിന് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക അമ്മ ശ്രുതിയോട് അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ട് പ്രീതിയൊക്കെ പേടിച്ച് നിൽക്കും. അപ്പം ഞാൻ പറയുന്നത് നീയും പ്രീതിയും കേൾക്കണം, ഇങ്ങോട്ട് നിങ്ങളൊന്നും പറയുകയും വേണ്ട, എനിക്കിട്ടൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അച്ഛനും ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക. നീയും പ്രീതിയും ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തേക്കോ? അവിടെ ചെന്നിട്ട് എന്തിനാണെന്ന് നേരത്തേക്കോ ഇവർ ചോദിച്ചു. അതെ, തിരുവനന്തപുരത്തേക്ക് തന്നെ. എന്താ പോയാൽ കുഴപ്പം? നിങ്ങളിനി അമ്മായിൻ്റെ കൂടെ അവിടെ നിന്നാൽ മതിയെന്നും പറഞ്ഞപ്പോൾ, അമ്മ ഞങ്ങൾ എന്തിനാ അമ്മ ഇങ്ങനെ? നീ ഒരക്ഷരം എന്നോട് മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് അമ്മ മകളോട് പോകണമെന്ന് തന്നെ തറപ്പിച്ച് പറയുന്നു. ഈ നാട്ടിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ പ്രമീള പറയുന്നതിലും കാര്യമുണ്ട് മക്കളെ, എൻ്റെ മക്കൾ പോകണമെന്ന് അച്ഛനും പറഞ്ഞു. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നും. അപ്പോൾ അത് കേട്ടപ്പം ഞങ്ങൾക്കൊരു സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. അതെ, ആൾക്കാരുടെ സംസാരവും കളിയാക്കലും ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വന്നോളാം, അതുവരെ അവിടെ നിർത്തനോടിയെന്ന് പറഞ്ഞ് അമ്മായിയോട് പറഞ്ഞപ്പോൾ, അമ്മ പ്ലീസ് വേണ്ട അമ്മ എന്നും പറഞ്ഞ് ശ്രുതി പറഞ്ഞു. നിന്നോട് അടി പറഞ്ഞത് വായ അടയ്ക്കാൻ. എടി, നിന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും നീ ഞങ്ങൾക്ക് ചെയ്തില്ലേടി, ഇനിയൊന്നും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ, അതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ ഭയങ്കര വയലൻ്റായിട്ട് സംസാരിക്കുന്നു. പ്രീതി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനും പറഞ്ഞിട്ട് പ്രമീള അവിടെ നിന്ന് പോയി. അച്ഛനെ നോക്കി മക്കളിങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. അച്ഛൻ അതിനേക്കാളും വലിയ വിഷമം. അപ്പം അമ്മായിയും പറഞ്ഞു സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അശ്വിനെയാണ്. അശ്വിൻ ഓഫീസിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു. എന്നിട്ട് മീറ്റിങ്ങിന് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുന്നു. അപ്പോഴേക്കും ചേച്ചി അങ്ങോട്ട് ആരതിയൊക്കെ ആയിട്ട് വന്നു. ചേച്ചിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ചന്ദനത്തിരിയും കത്തിച്ച് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്, എനിക്കിത് ഇഷ്ടമല്ലെന്ന് അറിയില്ലേന്ന് ചോദിച്ചപ്പം, പക്ഷേ ദൈവത്തിന് ഇതാ കുഞ്ഞാ ഇഷ്ടം എന്നിങ്ങനെ ചേച്ചി പറഞ്ഞപ്പോൾ, ഞാൻ ഇവിടെ ഉള്ള കാര്യം ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ, നിൻ്റെ ഓഫീസിൻ്റെ റിനോവേഷൻ ഇവിടെ നടക്കല്ലേ, ആ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ട് നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. അമ്പലത്തിൽ നിന്നിറങ്ങി ഇവിടെ വന്ന് നിന്നെയും കണ്ട് നിനക്ക് പ്രസാദവും തന്നിട്ട് പോകാമെന്ന് കരുതി എന്ന് ചേച്ചി പറഞ്ഞപ്പം, ഈ കരിങ്കൽ പ്രതിമകളുടെ മുന്നിൽ പോയി നിന്ന് കുമ്പിട്ട് മടുത്തില്ലേ ചേച്ചിക്ക് എന്ന് ചോദിക്കുവാണ് അന്യൻ. ആൾക്കാർ വന്ന് കാൽക്കൽ വന്ന് അപേക്ഷിച്ച് ദാനം ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യൂ, എങ്കിൽ പിന്നെ എന്തിനാ ഈ കല്ലുകളെ ദൈവമെന്ന് വിളിക്കുന്നത് എന്ന് അശ്വൻ ചോദിച്ചു. ആ വിഗ്രഹങ്ങളെ കുമ്പിടുന്ന നേരത്ത് ഞാൻ എൻ്റെ കമ്പനി കാര്യങ്ങൾക്ക് ചിലവഴിച്ചാലേ കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അശ്വിൻ. ആയിക്കോട്ടെ, നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിക്കട്ടെ, ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ലല്ലോ, ഞാൻ എൻ്റെ വിശ്വാസമല്ലേ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. പക്ഷേ അശ്വിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടമില്ലാതെ ആ ചേച്ചി കൊടുത്ത ചന്ദനക്കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, മുഖത്തേക്ക് നോക്കിക്കേ, എന്ത് നിറമായെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിത് കുറിയല്ല തറയാണെന്നും മുഖം കഴുകുമ്പോൾ ഒലിച്ചു പോകുന്ന വെറും കറയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാഫ് പറഞ്ഞു മീറ്റിങ്ങിന് സമയമായി കേട്ടോ എന്നും പറഞ്ഞ് സാറിനെ വിളിക്കുക. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ചേച്ചി അനിയനെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കൊണ്ടുവന്ന ഒരു ചന്ദനത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അനിയൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ചേച്ചി എന്തൊക്കെ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അപ്പോൾ എടാ, ഇത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണെന്നും ഇതൊരു ചടങ്ങാണെന്നും ഭഗവാന്റെ മുന്നിൽ പ്രസാദമായി കിട്ടിയതാണെന്നും പിന്നെ ഞാൻ ഭഗവാന്റെ മുന്നിൽ നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെയൊന്നും മേരിക്ക് കിട്ടണേന്ന്, മേരിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയെ നിൻ്റെ ഭാര്യയായിട്ട് തരണേന്ന്, അതിനുവേണ്ടി ആരും ആരോടും നിവേദനം കൊടുത്തൊന്നും കാത്തിരിക്കേണ്ട, അത് നടക്കില്ല എന്ന് അശ്വൻ പറഞ്ഞു.
അതൊക്കെ പോട്ടെ കുഞ്ഞാ, നിനക്കുള്ള സുന്ദരിയെ നീ തന്നെ കണ്ടുപിടിച്ചെന്നോ, തമ്മിൽ കണ്ടു എന്നൊക്കെ ഒരു ശ്രുതി കേട്ടല്ലോ, ശരിയാണോ? അങ്ങനെ ഒരു ശ്രുതി ചേച്ചി കേട്ടത് സത്യമാണോടാ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അശ്വിൻ ഇങ്ങനെ നോക്കുക. പിന്നെ ആ ഒരു ന്യൂസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ആർക്കും ചെവി കൊടുക്കാറില്ലെന്ന് പറഞ്ഞ് അശ്വിൻ ഇരിക്കുമ്പോൾ, ദേ കുഞ്ഞാ, നീ അത് വെറും ഗോസിപ്പായിട്ടായിരിക്കും കാണുന്നുള്ളൂ. പക്ഷേ നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ട്. പക്ഷേ എനിക്കതിന് തീരെ നേരമില്ലെന്ന് അശ്വൻ. പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാതെ എന്തായാലും പറ്റത്തില്ലല്ലോ എന്ന് അന്നേരം ചേച്ചി. വീട്ടിലുള്ളവരൊക്കെ തീർത്ഥാടനത്തിന് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു? അവരും കാണില്ലായിരുന്നു നീ ടി വിയിലെ നിൻ്റെ ഷോ. അപ്പോൾ ആരെന്ത് കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. വരുന്നിടത്ത് വെച്ച് കാണാനും നേരിടാനും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ അത് നിൻ്റെ കാര്യം. പക്ഷെ ആ പെൺകുട്ടിയോ? അവളുടെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക ചേച്ചി. അതൊന്നും അശ്വിന് ഇഷ്ടപ്പെടുന്നില്ല. അശ്വിൻ അന്നേരം തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിച്ച് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് പ്രീതിയും ശ്രുതിയും കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്യുന്നു സങ്കടത്തോടെ. അപ്പോൾ വീട് വിട്ടു പോകാൻ അവർക്ക് ഒരു താല്പര്യമില്ല. ഈ സമയം നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്മയോട് ഒന്നുകൂടി പറയാൻ ചേച്ചി, വേണമെങ്കിൽ കാല് പിടിച്ച് കെഞ്ചാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ, വേണ്ട ശ്രുതി, അതിലൊന്നും ഒരു കാര്യമില്ലെന്നും അത്രയ്ക്ക് അമ്മയുടെ മനസ്സ് വേദനിച്ചത് നീ കണ്ടതല്ലേ എന്നും പ്രീതി ശ്രുതിയോട് ചോദിക്കാം. എന്തൊക്കെ വൃത്തികേടുകളാ ആൾക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, അത് നിനക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പം, അതിന് നമ്മൾ നാട് വിട്ടു പോയതുകൊണ്ട് മാത്രം മാറുന്ന കാര്യങ്ങളാണോ ചേച്ചി? ഈ നാണക്കേടും ആൾക്കാരുടെ ഈ കളിയാക്കലും ഒക്കെ നമുക്ക് സംഭവിച്ച സങ്കടങ്ങളൊക്കെ മാറുമോ ചേച്ചി? ഇന്നിത് ചെയ്തവർ നാളെ ഇതിനപ്പുറം ചെയ്യില്ല എന്ന് എന്താ ചേച്ചി ഇത്ര ഉറപ്പിരിക്കുന്നതെന്നൊക്കെ പ്രീതിയോട് ശ്രുതി പറയുക. ഇത് കേട്ടപ്പോൾ പ്രീതിക്കും ഡൗട്ട്, ശരിയാണല്ലോ എന്നുള്ളൊരിതിൽ. ഇല്ല ചേച്ചി, ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിന് സമാധാനമായി ജീവിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. അതിനെന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് ചേച്ചി ചോദിച്ചപ്പം, ഈ നാണക്കേട് നമുക്ക് മായ്ച്ച് കളയണം ചേച്ചി, അതിന് ചേച്ചി എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. പ്രീതി അന്നേരത്തേനും ഇങ്ങനെ നിൽക്കുക, വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നിൽക്കൂ ചേച്ചി എന്ന് അനിയത്തി തറപ്പിച്ച് ചോദിച്ചപ്പോൾ നിൽക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ചേച്ചി അനിയത്തിയും കൂടെ അവരെ ദ്രോഹിച്ചവർക്കിട്ടുള്ള പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരവിടെ തീരുമാനിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും അതുപോലെ ചേച്ചിയും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അശ്വിൻ്റെ ചേച്ചിയിലേക്കും കാര്യങ്ങൾ വന്നു. അപ്പോൾ ചേച്ചി ചോദിച്ച ചോദ്യങ്ങൾക്ക് അനിയൻ അവൾക്കൊരു പ്രശ്നമില്ല, അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചേച്ചി ചോദിച്ചു. എങ്ങനെയാടാ അത്ര കൃത്യമായി അവൾ നിൻ്റെ കൈകളിൽ വന്ന് വീണത്? നീ ഇങ്ങനെ പൊന്നുപോലെ താങ്ങിയെടുക്കുന്നു, അവൾ നിൻ്റെ കൈകളിൽ കിടന്ന് നിന്നെ നോക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ കുഞ്ഞാ എന്നൊക്കെ ചോദിച്ചേ. ശരി, അങ്ങനെയൊന്നും അല്ല എന്ന് തന്നെ വെച്ചു. എടാ ഒരു പെണ്ണിൻ്റെ അഭിമാനത്തിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പം, ഇനി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു അശ്വിൻ. അല്ല, ചേച്ചി വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ചേച്ചിയുടെ ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചു. എന്താ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവാതെ ചേച്ചി ഇവിടെ തന്നെ നിന്ന് കറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ, അപ്പം ഞാനിവിടെ നിൽക്കുന്നത് ശല്യാണല്ലേ നിനക്ക്? എനിക്കിത് തന്നെ വേണോടാ. കൂടെപ്പിറപ്പല്ലേ, ഒന്നല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ എന്ന് കരുതിയാ ഞാൻ ഓടി ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ പോകാത്തതിലാ നിനക്ക് കുറ്റം അല്ലേ? നീ ഇപ്പോൾ വലിയ ആളായല്ലോ, ഇനിയിപ്പോൾ ചേച്ചിയൊന്നും വേണ്ടല്ലോ. എൻ്റെ കൂടെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നിനക്ക് കുറച്ചിലായി തോന്നുന്നുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇങ്ങനെ ചിണിങ്ങി അവിടെ ഇരുന്നു. അപ്പോഴേക്കും അത് കണ്ടപ്പോൾ അനിയൻ ചേച്ചിയെ സമാധാനിപ്പിക്കാൻ ചെല്ലുന്നു. ഭൂമിയിൽ എൻ്റെ ചേച്ചിയെ പോലെ ആരുമില്ലെന്നൊക്കെ പറഞ്ഞു. ഈ ഭൂമിയിൽ വേറെ ആരാടാ നിനക്കുള്ളത് എനിക്കുള്ളത് എന്നൊക്കെ ചോദിച്ചപ്പം, ചേച്ചി എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഒന്നേ പ്രിപ്പയർ ചെയ്യണം, ചേച്ചി ചെല്ല് എന്ന് പറഞ്ഞപ്പം, ഞാനിപ്പോൾ പോണത്രയല്ലേ ഉള്ളൂ, നീ അതല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചേച്ചി ചോദിച്ചു. ഞാനായിട്ട് ഇനി നിനക്ക് ഒരു ശല്യത്തിനും വരുന്നില്ലെന്നും പറഞ്ഞ് ചേച്ചി അവിടെ നിന്ന് പോയി. ചേച്ചിയെക്കുറിച്ച് ഓർത്ത് അനിയൻ ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയും അതുപോലെ പ്രീതിയെയുമാണ്. അവർ രണ്ടുപേരും പോകാൻ വേണ്ടി വന്നതിന് ശേഷം ഇങ്ങനെ പാതി വഴി എത്തിയപ്പോഴേക്കും പ്രീതിക്ക് ഭയങ്കര ടെൻഷൻ. തിരിച്ചു പോകാമെന്ന് ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, ഇല്ല ചേച്ചി ഒരിക്കലും പറ്റില്ല, അങ്ങനെ തിരിച്ചു പോകാൻ നടക്കില്ല, വന്ന കാര്യം നടപ്പിലാക്കാതെ പോകാൻ ഒക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ പ്രീതിക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ കൊടുത്ത് ശ്രുതി കൂടെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ കഥയെന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കഥയാണ്. നമ്മുടെ ടൈമിൻ്റെ വ്യത്യാസത്തിൽ വന്നതുകൊണ്ട് പലർക്കും ഈ കഥ മിസ്സായി പോകും. പക്ഷേ അത് കറക്റ്റ് ടൈമിലായിരുന്നെങ്കിൽ ഒരുപാട് വിജയസാധ്യതയുള്ള ഒരു കഥയാണ് നമ്മുടെ ഈ ഒരു സീരിയൽ. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.